Good morning to all. I am Said Faisal Hussain, your new maths class teacher. Today we are going to take about the chapter linear equation in one variable. We have learned several algebraic expressions and equations. We know several algebraic expressions like 5x, 2x plus 1, 4x plus 7. These are several algebraic expressions. First we want to, in this chapter, we want to know about what is an expression, what is the difference between an expression and equation. This is an algebraic expression. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷനാണ്. അപ്പം അതേപോലെ തന്നെ നമ്മളിവിടെ എന്താണ് ഈ പാഠത്തിനകത്ത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽജിബ്രായിക് ഇക്വേഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആ ആൽജിബ്രായിക് ഇക്വേഷനിൽ ലീനിയർ ഇക്വേഷൻ എന്താണ് എന്ന് നമ്മൾ സെപ്പറേറ്റ് തിരിച്ചറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് 1 വേരിയബിൾ ആണോ 2 വേരിയബിൾ ആണോ, എന്താണ് വേരിയബിൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് എക്സ്, വൈ, ഇസഡ്, അതിനകത്ത് പി, ക്യൂ, ഇതൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് വേരിയബിൾസ് ആണ്. അപ്പം നമ്മൾ ഈ പാഠത്തിനകത്ത് പഠിക്കുന്നത് ലീനിയർ ഇക്വേഷനാണ്. അപ്പം ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വന്നു കഴിഞ്ഞാലാണ് ലീനിയർ ഇക്വേഷൻ വരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷനിൽ 1 വേരിയബിൾ, അപ്പോൾ അതിനകത്ത് ഒരു വേരിയബിളേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ആ പാഠത്തിൻ്റെ കണ്ടന്റ് ചെയ്യുന്ന അതിൽ നിന്ന് വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. അപ്പം ഇതിൽ നിന്നിപ്പോൾ നമുക്ക് ഇതൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ നമുക്ക് ഇതിന് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തായിരിക്കും? ഈ എക്സ്, വൈ ഇതേപോലുള്ള വേരിയബിൾസിൻ്റെ പവർ മസ്റ്റ് ബി എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഈ എക്സിൻ്റെ പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഈ എക്സ് റൈസ് ടു 1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എക്സിന് ഈക്വലാണ്. ഇപ്പം എക്സിൻ്റെ പവർ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? മസ്റ്റ് ബി 1 ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പം ഈ ലീനിയർ ഇക്വേഷനിൽ 1 വേരിയബിളിലേക്ക് നമ്മൾ എത്തിയില്ല. ലീനിയർ ഇക്വേഷനിൽ 1 വേരിയബിളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 5x പ്ലസ് 1 ഈക്വൽ ടു 3 എന്ന് പറയാം. കാരണം അപ്പോൾ 5x പ്ലസ് 1 ഈക്വൽ ടു, അല്ലെങ്കിൽ 5x പ്ലസ് 2 ഈക്വൽ ടു 3 എന്നൊരു എക്സാമ്പിൾ. അപ്പോൾ 5x പ്ലസ് 2 ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിനകത്ത്. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയാം. അതിനു മുമ്പ് തന്നെ നമ്മൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്രഷനാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വേഷനാണ്. എക്സ്പ്രഷനും ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇക്വേഷൻ എപ്പോഴും എന്ത് കാണും? ഒരു LHS കാണും, അതുപോലെ തന്നെ എന്ത് കാണും? ഒരു RHS. ഇത് ഈക്വൽ സൈൻ എന്നാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പ്രഷനാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? അപ്പം ഇതിനകത്ത് നമ്മളിപ്പം ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാൻ വരുന്നത്. അപ്പം ഈ വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടെത്താൻ വേണ്ടിയാണ് നമുക്ക് കൂടുതലായിട്ടും പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഫൗണ്ടേഷൻസ് ആയ നമ്മൾ എന്ത് ചെയ്യുന്നത്? സയൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെ സയൻസാണ് നമ്പർസിൽ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ there are 2 സൈൻസ് ഉണ്ട് അല്ലേ? നെഗറ്റീവ് സൈനും അതേ കണക്ക് തന്നെ പോസിറ്റീവ് സൈനും. ഒരു നമ്പറിന് 2 സൈനുകളാണുള്ളത്. ഒന്ന് നെഗറ്റീവ് സൈനും അതേപോലെ തന്നെ ഒന്ന് പോസിറ്റീവ് സൈനും. ഇപ്പോൾ ചുമ്മാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്ന ഒരു നമ്പർ ചുമ്മാതാണ്. അതിൻ്റെ സൈൻ എന്തായിരിക്കും? അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ സൈൻ ഇപ്പം എന്താണ് ഒരു നെഗറ്റീവ് നമ്പർ? ആ നെഗറ്റീവ് നമ്പറിൻ്റെ തൊട്ട് മുമ്പ് എന്ത് തന്നെ കാണും? ഒരു നെഗറ്റീവ് സിമ്പിൾ കാണും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്? നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ